ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഒരു കുട്ടി വ്ലോഗ് കേട്ടോ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട വലിയൊരു വിശേഷ ദിവസം, അതായത് രാധക്കുട്ടിയുടെ അച്ഛന്റെ എന്റെ പ്രിയതമന്റെ പിറന്നാളായിരുന്നു. അപ്പൊ പിറന്നാൾ ആഘോഷത്തിന് മൂപ്പർക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടി സദ്യക്ക് ഉണ്ടാക്കി പിറന്നാൾ ആഘോഷിച്ചു. വീഡിയോ പോസ്റ്റ് ചെയ്യുന്നിട്ട് കുറച്ചൊന്ന് ലേറ്റ് ആയി. ഉപ്പേരിയും ചെമ്പുളി അച്ചാറൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാട്ടാ. അധികം കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സാമ്പാറും അവിയലും മാത്രം കറികളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ പിറന്നാൾ കൂട്ടാനായിട്ട് പിറന്നാളുകാരൻ കുളിച്ചൊരുങ്ങി കുറച്ച് ലേറ്റ് ആയപ്പോ അമ്മാമ ആദ്യം തന്നെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറന്നാളുകാരനെ വിളിച്ചിരുത്തി ഇലയിട്ട് ചോറൊക്കെ വിളമ്പി കൊടുത്തു. സാമ്പാറും അവിയലും പപ്പടവും ഉപ്പേരിയും പഴവും ഒക്കെ കുട്ടി സദ്യ വാഴയില. ഇങ്ങനെ സദ്യ വിളമ്പുമ്പോ എനിക്ക് എന്റെ ചെറുതിലെ പിറന്നാൾ ആഘോഷം ഓർമ്മ വരുന്നത്. സദ്യക്ക് ഇല മുറിച്ച് ഒരു 3-4 കൂട്ടം കറികൾ ഉണ്ടാക്കും. സാമ്പാറും അവിയലും ഉപ്പേരിയും ഈസ്റ്റൊക്കെ ആയിട്ട് ഒരു 3-4 കൂട്ടം കറികളുണ്ടാവും, പായസം ഉണ്ടാവും. ഇളനാക്ക് മുമ്പിലോട്ട് വെച്ച് നിലവിളക്ക് കത്തിച്ച് വെച്ച് അമ്മ പിറന്നാൾ കൂട്ടിയിരുന്നത്. +2 കഴിയുന്ന വരയ്ക്കൊക്കെ എന്റെ പിറന്നാൾ അമ്മ അങ്ങനെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തോ ഒരു മടിയായി നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് പിറന്നാൾ കൂട്ടണേന്. എന്നാലും സദ്യ വെക്കിട്ടോ അമ്മ. അപ്പൊ അമ്മ എന്റെ പിറന്നാളിന് കൂട്ടിയിരുന്ന പോലെ തന്നെ മരുമോന്റെ പിറന്നാൾ കൂട്ടാൻ വേണ്ടിയിട്ട് സദ്യക്ക് ഒരുക്കിയത്. ഈ കറികളൊന്നും ഞാൻ വെച്ചതല്ല, ഇനിയിപ്പോ പ്രത്യേകം പറയണല്ലോ, അമ്മയുടെ കറികളാണ്. ഞാൻ പായസാട്ട വെച്ചത്. അച്ഛനും മോൾക്കും സേമിയ പായസം എപ്പോഴും ഇഷ്ടം. അത് കാരണം ഞാൻ സേമിയ പായസം വെച്ചു. ഇതിന്റെ വീഡിയോ കഴിഞ്ഞ ഓണ സമയത്ത് ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്റെ ഫസ്റ്റത്തെ വീഡിയോകളിലൊന്നാ, എനിക്ക് തോന്നുന്നത് 2ാമത്തെ വീഡിയോ ഒക്കെ ആയിട്ടാണ്. പിറന്നാൾ കൂട്ടിക്കഴിഞ്ഞു, ഇനി പിറന്നാളുകാരനെ ഇല എടുത്ത് നിലത്തൊന്നും ഇടാണ്ട് വാഴക്കയിൽ വെക്കാനായിട്ട് പോവാ. നിങ്ങളുടെ അവിടെ എങ്ങനെയാണോ പിറന്നാൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇല വാഴക്കയിലൊക്കെ തിരികെ കയറ്റി വെക്കുന്ന ഏർപ്പാടുണ്ടോ? വെള്ളിയാഴ്ച സ്കൂളുള്ള ദിവസമായിരുന്നല്ലോ. കാലത്ത് പെട്ടെന്ന് മഴ അവധി കിട്ടിയപ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് ലാഗായി. കാരണം കുറച്ച് ലേറ്റ് ആയി കാര്യങ്ങൾക്ക്. പിന്നെന്താ ഇല വെക്കാനായിട്ട് മുറ്റത്തോട്ട് പോയപ്പോ അവിടെ മഴ പെയ്തിട്ട് നല്ലോണം വെള്ളമൊക്കെ കിട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ ചവിട്ടി കുത്തിയിട്ട് പോകുന്നത്. അങ്ങനെ പിന്നെ ഏത് വാഴയിൽ കയറ്റണം എന്നായി കൺഫ്യൂഷൻ. എനിക്ക് എത്ര വാഴ വേണല്ലോ. ഒരു ദീർഘനേരത്തെ ഗവേഷണത്തിന് ശേഷം ഞാനൊരു വാഴ കണ്ടുപിടിച്ചു. അവനാണ് ഇവള് നല്ല സുന്ദരി വാഴ. അങ്ങനെ വാഴക്കൈന്റെ ഇടയിൽ ഇലയൊക്കെ തിരികെ കയറ്റി വെച്ചു. ഇതെന്തിനാ അങ്ങനെ തിരികെ കയറ്റി വെക്കണം ചോദിച്ചാൽ എനിക്കറിയില്ല. ചെറുപ്പം മുതൽ ഇങ്ങനെ ചെയ്ത് കാണാതെ എന്റെ പിറന്നാൾ സദ്യക്ക് അമ്മ. അതുപോലെ ഞാനും ചെയ്തു, അത്രേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം അറിയുന്ന വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തോളൂട്ടോ, എനിക്ക് അറിയാത്തോണ്ടാ. പിന്നെ ഇന്ന് രാവിലെ സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കുന്നതായിരുന്നു, സ്വാതന്ത്ര്യ ദിനത്തിന്റെ. അത് നടന്നില്ല, അത് ഞാൻ ഓൺലൈനായിട്ട് നടത്തണം. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസ് ഉണ്ട്. പിന്നെന്താ, പിറന്നാളുകാരന് ഗിഫ്റ്റ് കൊടുക്കണ്ടേ. കാലത്ത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല. ഇനി വൈകിട്ട് വരുമ്പോഴേക്കും ഒരു ഗിഫ്റ്റ് റെഡിയാക്കുന്നത് ഒരു കുഞ്ഞു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ രാധക്കുട്ടിയുടെ സ്കൂളിൽ സുരേഷ് ഗോപി ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ മൂപ്പർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സെയിം പോലത്തെ ബ്രേസ്ലെറ്റ് കുറച്ച് വ്യത്യാസത്തിൽ ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കി, ഞാൻ അച്ഛന് വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കി. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി. ഇനി ഇത് വൈകിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ആള് ജോലി കഴിഞ്ഞ് വന്ന വഴിക്ക് കയ്യോടെ അമ്പലത്തിലേക്ക് പിടിച്ചുകൊണ്ടേ പാലഭാഗം അമ്പലത്തിൽ പോയി തൊഴുതു. അത് കഴിഞ്ഞ് ഞാൻ സർപ്രൈസ് ആയിട്ട് ബ്രേസ്ലെറ്റ് ഒക്കെ കെട്ടിക്കൊടുത്തു. അപ്പൊ ആളിത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് കിട്ടുന്നുള്ളത്. ബ്രേസ്ലെറ്റ് ഉണ്ടാക്കട്ടെ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. പക്ഷെ ഈ പിറന്നാളിന് കെട്ടിക്കൊടുക്കാനാന്ന് വിചാരിച്ചില്ലേ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ പോയി. അമ്പലത്തിൽ നിന്ന് നേരെ ഇറങ്ങിയത് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറന്റിൽ കയറി നല്ല ഫുഡൊക്കെ കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഫുഡും കൊള്ളാം, അവിടുത്തെ ആംബിയൻസും കൊള്ളാം. ചിക്കനും ഫ്രൈഡ് റൈസും ഞാനൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. അപ്പൊ എത്രയുള്ള വിശേഷങ്ങൾ.